ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ സീലിംഗ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ വാർക്കയുടെ ഉള്ളിൽ തന്നെ നമുക്ക് പാനൽ ലൈറ്റ്സ് കൊടുക്കാവുന്ന രീതിയിലുള്ള ബോക്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ എവിടെയെല്ലാമാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് വാട്ട്സ്, എത്ര ടൈപ്പ് വാട്ട്സ് ഒക്കെയാണ് കൊടുക്കേണ്ടത് എന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഏരിയകളിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് ഏരിയകൾ, മെയിൻ ഏരിയകളിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. മാക്സിമം നമുക്ക് ഏറ്റവും നല്ലത് 6 വാട്ട് അല്ലെങ്കിൽ 3 വാട്ട് വരാവുന്ന രീതിയിലുള്ള ബൾബുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതായത് പാനൽ ലൈറ്റ്സ്. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ 4 കോർണറുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് വാർക്കയുടെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. അത് വാർക്കയുടെ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. മെയിൻ സ്ലാബ് വാർക്കുന്ന സമയത്ത് നമ്മൾ ഈ ബോക്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കറക്റ്റ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഷീറ്റ് കൊണ്ട്, ആ ഷീറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ചേർന്നിരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കമ്പികളുണ്ടാവും, അതായത് മെയിൻ സ്ലാബിൻ്റെ മുകളിൽ വരുന്ന കമ്പികളുണ്ടാവും. കമ്പികളുടെ ഗ്യാപ്പിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന ബോക്സ് വെച്ചിട്ട് ഈ ബോക്സിൻ്റെ മുകളിലായിട്ടാണ് കമ്പികൾ ടൈറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്രൊഡക്ട്സ് ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അത് പൊട്ടി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ കാണുന്ന പ്രൊഡക്ട്സുകളെല്ലാം ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകളാവണമെന്ന് നിർബന്ധമില്ല. ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ആ സ്ലാബ് വാർക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വരുന്ന കോൺക്രീറ്റിങ്ങോ അല്ലെങ്കിൽ പറയുന്ന ജസ്റ്റ് അതിൻ്റെ ട്രോളി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്തോ അത് പൊട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോക്സുകൾ പൊട്ട് വീണതിൻ്റെ അകത്തേക്ക് കോൺക്രീറ്റ് അടിച്ച് കയറാനും അതിൻ്റെ കളി അടിച്ച് കയറാനും പിന്നീട് നമ്മളത് വയറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ആ ബോക്സ് പൊട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. ആ പൈപ്പുകളെല്ലാം തന്നെ പരിക്കനും കോൺക്രീറ്റും കയറി അടഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതുപോലുള്ള പ്രൊഡക്ട്സുകൾ, അതായത് വാർക്കയുടെ അകത്ത് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് വേണം ഉപയോഗിക്കാനായിട്ട്. ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളത് ഇട്ടതുകൊണ്ട് കാര്യമില്ല, കാരണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പൊട്ടൽ വന്ന് അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ രീതിയിൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കയറി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂമുകളിൽ കൊടുത്തിരിക്കുന്ന ഈ കാണുന്ന 4 സൈഡിലായിട്ടാണ് 4 സൈഡിൽ മാത്രമാണ് റൂമുകളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് റൂമിൻ്റെ 4 കോർണറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 4 കോർണറിൽ ഏകദേശം 60 സെൻറ്റിമീറ്റർ 2 സൈഡുകളിൽ നിന്ന് മാറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം വലുപ്പമുള്ള റൂമായതുകൊണ്ട് 60 സെൻറ്റിമീറ്റർ, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു 45 സെൻറ്റിമീറ്റർ കൊടുത്താൽ മതി. അപ്പോൾ 60 സെൻറ്റിമീറ്റർ വലിച്ചിട്ട് 40 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ 45 നമുക്ക് വലിച്ചിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മുടെ റൂമുകളിൽ നമ്മൾ ഏറ്റവും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 6 വാട്ടിൻ്റെ പാനൽ ലൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. 4 എണ്ണത്തിൻ്റെ 6 വാട്ടിൻ്റെ പാനൽ ലൈറ്റ്സ് കൊടുത്താൽ മതി. ഹാളുകളിലാണെങ്കിൽ നമുക്കൊരു 6 വാട്ട്സ്. വീടിൻ്റെ പുറത്ത് ഏരിയകളിൽ നമ്മൾ ഇതുപോലുള്ള ബോക്സുകൾ നമ്മൾ സെൻസറിൻ്റെ താഴെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അവിടെ നമ്മൾ 6 വാട്ടിന് പകരം 3 വാട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഈ 3 വാട്ട് കൊടുക്കുന്നത് വാം വൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ലുക്കായിരിക്കും. വീടിൻ്റെ പുറത്ത് വരുന്ന ലൈറ്റ്സുകളെല്ലാം തന്നെ വാം വൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. വാം വൈറ്റ്സ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു മഞ്ഞ കളർന്ന വെളിച്ചം വരികയാണെങ്കിൽ നല്ല ലുക്കായിരിക്കും വീട് കാണാനായിട്ട്. വീടിൻ്റെ അകത്ത് വരുന്നത് മെയിൻ ഏരിയ, കിച്ചൺ, ലിവിങ് ഏരിയ, അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ വാം വൈറ്റ്സ് കൊടുത്താലും പ്രശ്നമില്ല. റൂമിൽ നമ്മൾ വാം വൈറ്റ്സിനേക്കാൾ നല്ലത് വൈറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഈ ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് അറിയണമെന്ന് താല്പര്യം, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങളത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.